കാസർഗോഡ് കല്യാണം പാർട്ട് 4. ഇന്ന് കല്യാണത്തിൻ്റെ ഫൈനൽ ഡേ അല്ല, ഇന്ന് കല്യാണം ആണ്. പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനും ഷാദിയും സാരിയായിരുന്നു ഉടുത്തിനും, സെയിം കളർ സാരിയായിരുന്നു. പിന്നെ ഷാദിയാൻ്റെ മോള് നിനും സെയിം കളർ ഡ്രസ്സായിരുന്നു. മണവാട്ടിപ്പെണ്ണ് അത് അസലായിട്ട് ഒരുങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ്, എനിക്ക് എന്താ പറയുക, എൻ്റെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും എനിക്ക് എൻ്റെ സിസ്റ്ററായിട്ടുള്ള ഒരാളാണ് അപ്പി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നീനു കുറച്ച് ഡസ്പായിരുന്നു ഉമ്മശ്ശേരെ കാണാനിച്ച്. പിന്നെ സാരി എടുത്തുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുട്ടീനെ കളിപ്പിക്കാൻ കിട്ടി. അപ്പം നമ്മൾ കുട്ടികളെ കിട്ടി നമ്മൾ വിടൂലല്ലോ. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആയപ്പം ചെക്കൻ്റെ എൻട്രി ആയിരുന്നു. പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ, അങ്ങനത്തെ കുറേ പരിപാടി. പിന്നെ ചെക്കൻ്റെ വീട്ടിലെ ചെക്കൻ്റെ ഫ്രണ്ട്സും പെണ്ണിൻ്റെ കസിൻസ്, അങ്ങനെ ആണുങ്ങളുണ്ടാവുമല്ലോ, അവർ ചെക്കൻ്റെ വട്ടിട്ടിട്ട് കൈകൊട്ടിപ്പാട്ട്, പിന്നെ ഡാൻസ് കളിക്കുക, അങ്ങനെ കുറച്ച് കളികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെക്കന് എൻട്രി ചെയ്യുമ്പോൾ കുട്ടികളെ നമ്മൾ ഫ്ലവറൊക്കെ കൊടുക്കാൻ ഏൽപ്പിച്ചിരുന്നു. അവിടെ വേറെ രസം, ഈ വൈറ്റ് ടീഷർട്ട് ഇട്ട ആളെ കണ്ടോ? നീനുവിൻ്റെ കയ്യിൽ പൂ കൊടുത്തത്, നേരെ പൂ കൊണ്ട് കൊടുക്കുന്നത് ആ ചെക്കനാണ്. നീനു പയ്യനല്ല കൊടുക്കുന്നത്, കല്യാണ പയ്യനല്ല കൊടുക്കുന്നത്, ആ ചെക്കനെ കൊടുക്കുന്നത് കേട്ടോ. അത് അലിക്ക കയ്യോടെ പൊക്കി നേരെ ചെക്കന് കൊടുത്തു. എന്നിട്ട് എന്നെ ഒരു നോട്ടം നോക്കിക്കണം അലിക്ക. അതെനിക്ക് ഇതിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, കിട്ടിയിട്ടുണ്ടാവും എന്ന് എൻ്റെ പ്രതീക്ഷ. മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ വന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാ നോട്ടം വന്നു. അങ്ങനെ ചെക്കനെ നേരെ മണിയറയിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പാട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 7 മണി 7 ഒക്കെ ആയപ്പോഴാണ് പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയത്. പെണ്ണിനെ വൈകുന്നേരം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ ചെന്ന പാടെ നമുക്ക് ജ്യൂസ് കിട്ടി, നല്ല അടിപൊളി ജ്യൂസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ തരൂലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കല്യാണ വിശേഷം. ഓക്കെ, ബൈ.